Atomic force microscope. Atomic force microscope is also known as scanning probe microscope. It measures the forces between the tip and the surface, therefore does not require a conducting surface. This is a high resolution imaging technique, can easily visualize nanoparticle ranging from a few nanometers to a few microns. സോ AFMൻ്റെ ഇമേജ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ടിപ്പ്, കാൻഡിലിവർ, ഫോട്ടോ ഡിറ്റക്ടർ, ഫീഡ്ബാക്ക് ലൂപ്പ്, ലേസർ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, ഇതൊക്കെയാണ് AFMൻ്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ AFM കാൻഡിലിവർ കൺസിഡർ ചെയ്താൽ അതൊരു ബീമാണ്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, അതർ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവബിൾ. ആൻഡ് ഈ മൂവബിൾ എൻഡിലാണ് ടിപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. ടിപ്പ് സാമ്പിളുമായിട്ട് കോണ്ടാക്റ്റ് വെച്ചേക്കാണ്. ഇനി വർക്കിംഗ് ഓഫ് AFMനെ കുറിച്ച് പറയാം. ഇൻ AFM എ ഷാർപ്പ് ടിപ്പ് ഈസ് മൗണ്ടഡ് ഓൺ എ കാൻഡിലിവർ ഈസ് മൂവ്ഡ് അലോങ് ദ സർഫേസ് ടു ബി മെഷേർഡ്. അപ്പം ഓൾറെഡി AFMൻ്റെ ഇമേജ് കാണിച്ചെന്നായിരുന്നു. അപ്പം ഈ ടിപ്പ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സർഫേസിലൂടെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. The bend in the cantilever is kept constant and the instrument measures how much the cantilever moved up and down to achieve the constant bending. അപ്പോൾ കാൻഡിലിവർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ബെൻഡ് കീപ്പ് ചെയ്യും. സോ ഹിയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അത് മെഷർ ചെയ്യാം എത്രത്തോളം കാൻഡിലിവർ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് in order to achieve the constant bending. A very small forces of order which is smaller than 10 raised to minus 9 Newton is used between the tip and the sample surface. So sample surface നും ടിപ്പിനും ഇടയിൽ ഒരു ഫോഴ്സ് ആക്റ്റീവ് ആണ്. അത് 10 raised to minus 9 ന്യൂട്ടണിനേക്കാളും സ്മോളർ ആയിരിക്കും. As the tip moves over the surface based on the surface geometry, minute deflections. So ഇവിടെ രണ്ട് ഇമേജസ് ആണ് കാണിച്ചേക്കുന്നത്. അത് രണ്ട് ഇമേജസ് ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ സെക്കൻഡ് ഇമേജ് കൺസിഡർ ചെയ്താൽ നമുക്ക് കാൻഡിലിവറും ടിപ്പും കാണാം. സോ കാൻഡിലിവർ എന്ന് പറയുന്നത് കോട്ട് ചെയ്തിട്ടാണുള്ളത്, വിച്ച് ഇസ് എ റിഫ്ലക്സിങ് കോട്ടിങ്. സോ ലേസർ എന്ന് പറയുന്നത് ഓൾറെഡി കാൻഡിലിവർ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലേസർ ബീം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഫോക്കസിങ് ഓൺ ദിസ് കാൻഡിലിവർ. സോ ദാറ്റ് ഡ്യൂ ടു ദിസ് ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് കാൻഡിലിവർ ലേസർ ബീം വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഓൺ എ ഫോട്ടോ ഡയോഡ്. സോ ഈ ഫോട്ടോ ഡയോഡിനെയാണ് സെഗ്മെൻറ്റഡ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റഡ് ഫോട്ടോ ഡയോഡിൽ രണ്ട് പാർട്സ് ആണുള്ളത്, അപ്പർ ഫോട്ടോ ഡിറ്റക്ടറും ലോവർ ഫോട്ടോ ഡിറ്റക്ടറും. അതിൽ ഈ അപ്പർ ഫോട്ടോ ഡിറ്റക്ടറിൽ നിന്നും ലോവർ ഫോട്ടോ ഡിറ്റക്ടറിൽ നിന്നും വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് which is converted into a voltage, and this voltage signal is feedback into the piezoelectric transducer PZT. So PZT move up and down when a voltage signal is given. So ഒരു വോൾട്ടേജ് സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ PZTയും അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ PZTയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാമ്പിളും അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് ഈ സാമ്പിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടിപ്പും ടിപ്പും അതേപോലെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ AFM ഇമേജസ് ഡിപ്പെൻഡ് ഓൺ സബ്സ്ട്രേറ്റ് സർഫേസ് ആസ് വെൽ ആസ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ കാൻഡിലിവർ ആൻഡ് ദ ടിപ്പ്. സോ ഒരു ഐഡിയൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദിസ് ഐഡിയൽ AFM. So diameters as small as 1 nanometer, mechanical robustness, high aspect ratio, large Young modulus, well defined structure, unique chemical properties. These are some features of this carbon nanotubes. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് AFM മോഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് കോണ്ടാക്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മോഡാണ്. Probe tip is very sharp and a repulsive force of 10 raised to minus 9 Newton is applied on the tip. The tip is dragged across the surface of the sample. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സാമ്പിളും ടിപ്പിൻ്റെ എൻഡും കോണ്ടാക്റ്റിലാണുള്ളത്. സോ ഹിയർ ടിപ്പ് എന്ന് പറയുന്നത് സർഫേസിലൂടെ ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ കോണ്ടൂസ് ഓഫ് ദ
surface are measured either using the deflection of the cantilever directly or more commonly using the feedback signal required to keep the cantilever at a constant position. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർഫേസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആവുമ്പോൾ, കുറച്ചും കൂടി സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ ടിപ്പ് ഡ്രാഗ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സോഫ്റ്റ് ആവും തോറും ഇത് പെനിട്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഈ സർഫേസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ദ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദ റിസൾട്ടിംഗ് മൈക്രോഗ്രാഫ് വിൽ ഡീഗ്രേഡ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്റ്റ് മോഡാണ്. The tip of the cantilever does not contact the sample surface. Tip is placed at the height of about 5 to 15 nanometer above the sample surface. അതായത് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്റ്റ് മോഡിൽ ടിപ്പും കാൻഡിലിവറും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. ബട്ട് നമ്മൾ കോണ്ടാക്റ്റ് മോഡ് കൺസിഡർ ചെയ്തേരം ടിപ്പും കാൻഡിലിവറും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ടിപ്പും കാൻഡിലിവറും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 to 15 നാനോമീറ്റർ ആണ്. സോ ഇവിടെയും ടിപ്പും കോണ്ടാക്റ്റും തമ്മിൽ അതിനിടയിൽ ഒരു ഫോഴ്സ് ആക്റ്റീവാണ്. അതെന്ന് പറയുന്നത് വാൻഡർവാൾസ് ഫോഴ്സ് ആണ്. സോ കോണ്ടാക്ട് മോഡിലുള്ള ഫോഴ്സിനേക്കാളും വീക്കറാണ് ഈ വാൻഡർവാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ടു ഓവർകം ദിസ് എ സ്മോൾ ഓസിലേഷൻ ഈസ് ഗിവൺ ടു ദ ടിപ്പ് either at the resonance frequency or just above. It allows imaging of soft compressible samples. So contact മോഡിൽ സോഫ്റ്റ് സാമ്പിൾസ് ഇമേജ് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ കോണ്ടാക്ട് മോഡ് ഇറ്റ് അലോസ് ഇമാജിങ് ഓഫ് സോഫ്റ്റ് കംപ്രസിബിൾ സാമ്പിൾസ്, റെഡ്യൂസസ് ദ ഡാമേജ് ദാറ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ ദ പ്രോബ്. സോ പ്രോബും അതായത് ടിപ്പും സർഫേസും തമ്മിൽ കോണ്ടാക്റ്റ് വരാത്തതുകൊണ്ട് തന്നെ സോഫ്റ്റ് മെറ്റീരിയലിൽ ഈ ടിപ്പ് പെൻട്രേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് സാമ്പിളിൻ്റെ ഇമാജിങ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്റ്റ് മോഡ് വഴി നമുക്ക് സാധ്യമാവും. തേർഡ് വൺ ഈസ് ടാപ്പിംഗ് മോഡ്. The cantilever is driven to the oscillate up and down at or near its resonance frequency, achieved by a small piezo element in the cantilever holder. ഈ കാൻഡിലിവർ ഹോൾഡറിലുള്ള ഒരു സ്മോൾ പീസോ എലമെൻറ്റ് കാരണം ഈ കാൻഡിലിവറിനെ ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് അബൌട്ട് 50,000 to 500,000 cycles per second. Oscillating nature of the tip causes the tip to be in contact with the surface and then lift off. Whenever the oscillating tip comes in contact with the surface, its oscillation is reduced due to the energy loss. The change in oscillation amplitude is used to identify surface features. സോ ഇവിടെ കോണ്ടാക്റ്റിംഗ് മോഡും നോൺ കോണ്ടാക്റ്റിംഗ് മോഡും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാപ്പിംഗ് മോഡാണ്. ടാപ്പിംഗ് മോഡിൽ ടിപ്പും സർഫേസും തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അത് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓസിലേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാണ്, ബിക്കോസ് ദർ ഈസ് സം എനർജി ലോസ്. ഇതിൽ കോണ്ടാക്റ്റ് മോഡ്, നോൺ കോണ്ടാക്റ്റ് മോഡ്, ടാപ്പിംഗ് മോഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. Now we can discuss advantages and disadvantages of AFM. Advantages of AFM: easy sample preparation, accurate height information, works in vacuum, air and liquids, living system can be studied. Disadvantages of AFM: limited vertical range, limited magnification range, data not independent of tip or sample can be damaged, limited scanning speed. Now we can discuss scanning tunneling microscope, STM. Instrument used for imaging surface at the atomic level. It works on the principle of quantum tunneling. Quantum tunneling എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് STM വർക്ക് ചെയ്യുന്നത്. സോ ഈ ഇമേജ് STMൻ്റെ ഇമേജാണ്. സോ ഇതിൽ ഒരു സ്കാനിങ് ടിപ്പ് കാണാം, പീസോ ഇലക്ട്രിക് ട്യൂബ് കാണാം, ആംപ്ലിഫയർ കാണാം, ഡിസ്റ്റൻസ് കൺട്രോൾ ആൻഡ് സ്കാനിങ് യൂണിറ്റ് കാണാം, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്പ്ലേ യൂണിറ്റ് കാണാം, വൈബ്രേഷൻ ഐസൊലേഷൻ സിസ്റ്റം കാണാം. സോ വർക്കിംഗ്, ദ പ്രോബ് ഓഫ് ദ STM is very thin needle called the tip. അപ്പം
എസ് ടി എമ്മിൻ്റെ പ്രോബിനെയാണ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത്. ടിപ്പ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള നീഡിൽ ടൈപ്പാണ്. ആൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 millimeter ആയിരിക്കും. ഷാർപ്പൻഡ് ടു 1 atom at apex in order to provide the best resolution. സോ ടിപ്പിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇമേജാണ് ആ സർക്കിൾ ഇമേജിൽ കാണിക്കുന്നത്. മെയ്ഡപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തേക്കുന്നത്. ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദ സർഫേസ് ടു ബി സ്കാൻഡ്. സോ ഏത് സർഫേസാണോ സ്കാൻ ചെയ്യേണ്ടത് ആ സർഫേസിന് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ ടിപ്പ് ആൻഡ് ദ സർഫേസ് മസ്റ്റ് ബി ലെസ് ദാൻ 0.1 nanometer. സോ ഹിയർ പിന്നെ എപ്പോഴും ടിപ്പും സർഫേസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 nanometerനും കുറവായിരിക്കണം. Scanning tip is attached to a piezo drive which consists of 3 mutually perpendicular piezoelectric transducer X, Y and Z piezo. അതായത് ഈ സ്കാനിങ് ടിപ്പ് എന്ന് പറയുന്ന ഒരു പീസോ ഡ്രൈവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ പീസോ ഡ്രൈവ് തന്നെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എക്സ് പീസോ, വൈ പീസോ ആൻഡ് സെഡ് പീസോ. Here scanning waveform which is applied on the Z piezo and Y piezo make the tip raster scan on the sample surface. The Z piezo are used to adjust the height of the tip. So height ടിപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് Z piezo. When a tip is brought very near to a surface at a distance about 0.1 nanometer, tunneling current is induced between the tip and the sample. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. എപ്പോഴും സർഫേസും ഈ എസ് ടി എമ്മിലെ സർഫേസും ടിപ്പും ഇടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 nanometerനും കുറവായിരിക്കണം. സോ ആ ഒരു ഡിസ്റ്റൻസോ അതിൽ കുറഞ്ഞ ഡിസ്റ്റൻസിലോ ഉണ്ടായിരിക്കുന്ന സമയത്ത്, അതായത് ടിപ്പും സർഫേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 nanometerനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാണ്. That is called tunneling current. If the sample is biased negative with respect to the tip, then electrons will flow from the surface to the tip. If the sample is biased positive with respect to the tip, then electron will flow from tip to the surface. So here ഫസ്റ്റ് ഇവിടെ താഴെ ഒരു ഇമേജ്, 2 ഇമേജുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ബയാസ്ഡ് ആയിട്ടുള്ളതാണ് വിത്ത് റെസ്പെക്ട് ടു ദ ടിപ്പ്. ആൻഡ് സെക്കൻഡ് ഇമേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബയാസിൻ്റെയും സെക്കൻഡ് ഇമേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ബയാസിൻ്റെയാണ്. നെഗറ്റീവ് ബയാസ്ഡ് ആണെങ്കിൽ, സാമ്പിൾ ഈസ് നെഗറ്റീവ് ബയാസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ദ സർഫേസ് ടു ദ ടിപ്പ്. ആൻഡ് പോസിറ്റീവ് ബയാസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടിപ്പിൽ നിന്നും സർഫേസിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുക. സോ ബയാസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നത്. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ tunneling current I is equal to V into exponential of minus CD, where V എന്ന് പറയുന്നതാണ് ബയാസ് വോൾട്ടേജ്, C is a constant, D is the distance between the probe and the sample. The probability of tunneling exponentially depends upon the distance of the separation between the tip and the surface. Tunneling current is therefore a very sensitive function of the separation. Variation in current as the probe passes over the surface are translated into an image and displayed. So താഴത്തെ ഇമേജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ മൂവിങ് ഡയറക്ഷനാണ് കാണിക്കുന്നത്. ടിപ്പിൽ നിന്നും ഒരു പൊട്ടൻഷ്യൽ ബാരിയറാണ്, അതും കഴിഞ്ഞിട്ട് സബ്സ്ട്രേറ്റിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. Position control using piezoelectric means is extremely fine, so a coarse control, that is distance control unit, is needed to position the tip close enough to sample before the piezoelectric control can take over. So ഒരു 0.1 nanometer ഡിസ്റ്റൻസ് എങ്കിലും അല്ലെങ്കിൽ അതോ അതിൽ കുറവോ ഡിസ്റ്റൻസ് ആണ് ടിപ്പും സബ്സ്റ്റൻസിൻ്റെ സർഫേസും തമ്മിൽ വേണ്ടത്. സോ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഡിസ്റ്റൻസ് കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. STM deals with extremely fine position measurement, so the isolation of any vibrations is very important and is achieved by means of vibration isolation system. So vibration isolation system unwanted ആയിട്ടുള്ള വൈബ്രേഷൻസിനെ റിമൂവ് ആക്കുകയാണ് ചെയ്യുന്നത്. Imaging of the surface can be carried out in 2 ways. First one is
constant height mode. The position is kept constant in the z direction, that is height is constant. അതായത് ഈ ഇമാജിങ് ഓഫ് ദ സർഫേസ് രണ്ട് വേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ ഫസ്റ്റ് വേ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡ് പേര് പോലത്തെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് kept constant. So tunneling current is monitored when the tip moves over the surface because tunneling current depends on the distance. So thus leads to an image made of the current changes over the surface. സോ ഈ ഇമേജിൽ കാണിച്ചേക്കുന്നത് മൂവ്മെൻറ്റ് ഓഫ് ദ ടിപ്പ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡാണ്. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അത് പോയിൻ്റ് ചെയ്തേക്കുന്നത് ആറ്റത്തിൻ്റെ ടോപ്പ് പോയിൻറ്റിലാണ്, അതായത് സബ്സ്ട്രേറ്റിൽ ആറ്റത്തിൻ്റെ ടോപ്പ് പോയിൻറ്റിലായിരുന്നു. ആൻഡ് അത് കോൺസ്റ്റൻറ്റ് ഹൈറ്റിൽ മൂവ് ചെയ്തതിന് ശേഷം ടിപ്പ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആറ്റംസ് ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വാരി ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഈ ടണലിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ വി ഓൾറെഡി മെൻഷൻഡ് ദാറ്റ് ടണലിംഗ് കറണ്ട് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ്. സോ ഇവിടെ ഡിസ്റ്റൻസ് വാരി ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടും വാരി ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ലീഡ്സ് ടു എൻ ഇമേജ് മെയ്ഡ് ഓഫ് കറണ്ട് ചേഞ്ചസ് ഓവർ ദ സർഫേസ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഫാസ്റ്റർ മെത്തേഡാണ്. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് കറണ്ട് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ടണലിംഗ് കറണ്ട് ഈസ് കപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ടണലിംഗ് കറണ്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കപ്റ്റ് ചെയ്തേക്കുന്നത്. സെഡ് പൊസിഷൻ ഓഫ് ദ ടിപ്പ് ചേഞ്ചസ് ടു കീപ് distance constant and the position of the tip is monitored. The up and down motion of the tip reflects the topography of the surface. Most STM operates in this mode. So here എന്ന് പറയുന്നത് ടിപ്പ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ദ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദ ടിപ്പ് റിഫ്ലക്ട് ദ ടോപ്പോഗ്രഫി ഓഫ് ദ സർഫേസ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് STM ഓപ്പറേറ്റ്സ് ഇൻ ദിസ് മോഡ്. Now we can discuss advantages and disadvantages of STM. STM are versatile, can be used in ultra high vacuum, air, water and other liquid and gases. Give 3D profile of surface including roughness, surface defects and molecule size. Lateral solution of 0.1 nanometer and 0.01 nanometer of resolution in tap can be achieved. And disadvantages: very expensive, specific training is required to operate it effectively, need conductive surface, need very clean surface, excellent vibration control, require single atom tip. Thank you.